ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. എല്ലാ ദിവസവും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ ഇട്ടുകൊണ്ടിരിക്കണേ. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ഡേ ചെയ്യാന്ന്. കിച്ചണിൽ എന്നും എന്നും വൃത്തിയാക്കണോണ്ട് തന്നെ ഒരുപാട് അഴുക്കൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പൊടിയും കാര്യങ്ങളൊക്കെ കാണാം. നമ്മള് സ്ഥിരം യൂസ് ചെയ്യണ സംഭവങ്ങൾ എടുത്തെടുത്ത് ചെയ്യണോണ്ട് അവിടെയൊന്നും അഴുക്കുണ്ടാവില്ല. പക്ഷെ എടുക്കാതെ വെക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയാണ് അഴുക്കുണ്ടാവുക. ഞാൻ മെയിൻ ആയിട്ട് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ കൗണ്ടർ ടോപ്പ് മൊത്തം ഒന്ന് സെറ്റാക്കി എടുക്കാനാണ് കേട്ടാ. ഇപ്പൊ രാവിലെ വേറൊരു റുട്ടീനും കൂടി ഉണ്ട്. കർണനെ പുറത്തേക്ക് ഇറക്കണം. അതാണ് ഇപ്പോ രാവിലെ എക്സ്ട്രാ ഉള്ള ഒരു പരിപാടി. എന്തായാലും കർണനെ പുറത്തിറക്കി അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പതേ നമിഷു ആ വലിയ കലാത്തിയുടെ കുറെ ഇലകൾ ഉണങ്ങിയിട്ടുണ്ടായി. അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടാ. കർണനെ ഇന്ന് കെട്ടിട്ടോ, അവന്റെ പ്രവൃത്തി ഗുണം കൊണ്ടാണ്, കയ്യിലിരിപ്പ് കൊണ്ടാണ്. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇവിടെ വിടണ്ട. അപ്പം ഗേറ്റിൻ്റെ പിന്നെ അത് നംഷു ശ്രദ്ധിക്കേണ്ടതാണ്. നംഷുവിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി. പിന്നെ ഇന്നലെ മൊത്തം അന്വേഷിച്ച് നടക്കായിരുന്നു. പൊട്ടനിപ്പോഴാണ് മനസ്സിലായി ഗേറ്റിൻ്റെ ഇപ്പുറത്ത് കൂടെയാണ് വരുന്നത്. ദേഷ്യമുണ്ട്. ആദ്യമായിട്ട് കെട്ടിയിട്ട് എൻ്റെ വിഷമം അതൊക്കെ. അരയന്നത്തിനെ മറിച്ചിട്ടു. ഇന്നലെയൊക്കെ ഫ്രീ ആയിട്ട് നടന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഇവിടെ എത്തിയപ്പോ കൂട്ടിലും കെട്ടിട്ടതാണ്. അപ്പൊ ഇവൻ പുറത്തേക്ക് പോവാൻ നോക്കും. ഇല്ല ഇല്ല. അപ്പം അവനെ ആദ്യമായിട്ട് കെട്ടിയിടുന്ന അവന് മനസ്സിലായിട്ടില്ല എന്താ സംഭവം, ഇതെന്താ ഒരു തടസ്സം എന്ന്. ഇനി അവന് മനസ്സിലാവും, ഇത്ര കെട്ടിയിട്ട സ്ഥിതിക്ക് ഇത്ര ഏരിയ മാത്രമേ എനിക്ക് നടക്കാനുള്ള പെർമിഷനുള്ളൂ. ഞാന് കുളി കഴിഞ്ഞാ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കട്ടെ കേട്ടാ. രാവിലെ നൂലപ്പം ചേട്ടൻ കൊണ്ടുവന്ന നൂലപ്പം പാല് കൂട്ടി കഴിക്കുക രാവിലെ അല്ലേ. അപ്പൊ നിനക്കുള്ള പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. എന്തുട്ടാ? ഇന്നലെ വന്ന ആ ഷീറ്റ് ഇല്ലേ, അടുക്കളയിൽ ഇടുന്ന ഷീറ്റ്, ആ ഷീറ്റ് ഇടാൻ പോവാ. മറ്റേത് മാറ്റിയിട്ട് കാണിച്ചു തരാട്ടാ. നമ്മുടെ കർണനെ കെട്ടിട്ടേക്കാണല്ലോ. അപ്പൊ അവനവിടെ ഓരോന്നുമ്മ കുടുങ്ങുന്നുണ്ട്. ജാനു ശരിയാക്കാൻ പോയതാ. ഇങ്ങോട്ട് പോരെ, ഇനി ഫുഡ് കഴിക്കാം, ഫുഡ് അടിക്കാൻ പാ. അപ്പോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കൈ തുടച്ചിട്ട് പോ. ഇന്ന് നമുക്ക് ഈ സംഭവങ്ങൾ ഇവിടെ ഇടാന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ കിടക്കുന്ന ഈ സാധനമില്ലേ, ഒക്കെ മാറ്റാറായി. അപ്പൊ ഞാൻ ഈ സംഭവങ്ങള് അത് മാറ്റിയിട്ട് ഇതിടാനുള്ള പ്ലാനിങ് ഉണ്ടെന്ന്. പിന്നെ എനിക്ക് ഒരു കിച്ചൺ ക്ലീനിങ് ഉള്ള രീതിയിൽ നിന്ന് എടുക്കാനാ വിചാരിച്ചാൽ എന്തോരം പോസിബിൾ ആവുമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് കാണാം. വെളിച്ചം അവിടെ നിന്ന് വെയിലടിക്കണ കാരണം ഞാനിത് അടച്ചിട്ടേക്കാണ്. കണ്ടോ, നല്ല വെയിലുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് ഇത് അതുമ്മക്ക് വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റാക്കാം. ഇത് നൂലപ്പം പാലല്ലേ, പാലടപ്പത്ത് വെക്കട്ടെ. അത് നമുക്ക് ഇവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി ഇതിന്റെ അടിയിലുള്ള പൊടിയും ചെളിയൊക്കെ ഒന്ന് തുടയ്ക്കാം. എന്തായാലും പിള്ളേരെ ഫുഡ് അടിക്ക് ശേഷമാവാം ക്ലീനിങ് എന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാനിരിക്കാം. നൂലപ്പവും പാലല്ലേ? നമിഷുവിന് നൂലപ്പവും പാൽ തന്നെയാണോ? തുടച്ചിടും. ഡൈനിങ് ടേബിള് മൂന്നെണ്ണം കഴിക്കാൻ പറ്റും നമിഷുവിന്. പറ്റും. പാല് ഞാൻ ആ കപ്പില് തരാം. എടാ, ഇങ്ങനത്തെ ഒരു കപ്പ് എടുത്തിട്ട് വന്നേ, അപ്പുറത്ത് അടുക്കളയിലാന്നുണ്ട്. അപ്പൊ കുട്ടികൾക്കുള്ള ഫുഡ് കൊടുക്കാം നമുക്ക് ആദ്യം തന്നെ. നൂലപ്പം ആൻഡ് പാല്. ജാനുവിന് അതിലൊഴിക്കാനാ പറയണേ. എനിക്കൊരു പ്ലേറ്റ് എടുക്കുന്ന, ഞാനും നൂലപ്പം പാലും കഴിക്കാം. ജാനുവിന്റെ പ്ലേറ്റ് എടുത്തിട്ടോ, ഇത് ഞാൻ കഴിച്ചോളാം. പ്ലേറ്റ് എടുത്തിട്ടോ. എനിക്ക് ഇന്നേ ഇവിടെ ഫുള്ള് ക്ലീനിങ് ക്ലീൻ ചെയ്യും. അതിൽ പാല് കഴിക്കാം. അത് രണ്ടെണ്ണം കളയാണ്ട് പിടിക്കേ.
വെയിൽ വെച്ചാലും മതി. കഴിക്കാം എന്നാ, കളയാണ്ട് പിടിക്കും ജാനു. നൂലപ്പവും പാലും കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സംഭവങ്ങൾ മാറ്റിയിട്ട് വേറെ ആക്കാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ ഇതുമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. ഇതിപ്പോ ഇങ്ങനെ അതുമ്മ കുറെ സംഭവങ്ങൾ ഇരിക്കണ കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും മാറ്റില്ല. ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ഡേക്ക് മാത്രമാണ് അത് മാറ്റുള്ളൂ. അപ്പോ ഇതുമ്മിരിക്കുന്ന കത്തികൾ, ഇതുമ്മിരിക്കുന്ന എണ്ണകൾ കിട്ടുന്നില്ലല്ലോ. പിന്നെ എൻ്റെ പെപ്പർ പൊടിക്കണ സാധനം, എന്നിട്ട് ഇതിനെ പറയാ. പിന്നെ കത്തിയുടെ സ്റ്റാൻഡ്, ഇതെല്ലാം മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണം. എടാ, നീ അന്വേഷിച്ച ഉറുമ്പിനെ കളയണ സ്പ്രേ ഇരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ സാധനം അങ്ങോട്ട് മാറ്റിയാൽ ഇവിടെ ഇഷ്ടംപോലെ പൊടി കാണാം. എന്താന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് പൊക്കിയിട്ടല്ലേ നമ്മൾ സ്ഥിരം തുടയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് ഡീപ്പ് ക്ലീനിങ് ഡേയിലാണ് അത്രയും പൊടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇത് രണ്ടും നമുക്ക് കൊണ്ടുപോയി കഴുകി ഇടാം, എന്നിട്ട് പുതിയത് വിരിക്കും. ഇനി ഞാനിവിടെ ക്ലീൻ ചെയ്യട്ടെ. ചെടിച്ചട്ടികൾ മാറ്റണം. തൽക്കാലം ചെടിച്ചട്ടിയും സംഭവങ്ങളെല്ലാം നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി വെക്കാം. ജനല തൊട്ടങ്ങോട്ട് തുടയ്ക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുന്ന സാധനം ഹാപ്പി പ്ലാനറ്റിന്റെ കിച്ചൺ റീയൂസബിൾ ടവൽ ഉണ്ട്. ഹാപ്പി പ്ലാനറ്റിന്റെ അത് ഉപയോഗിച്ചിട്ട് ഞാൻ മൊത്തം തുടയ്ക്കണേ കേട്ടാ. തുടയ്ക്കണേന് മുമ്പ് തുടയ്ക്കല്ല, അതിനു മുമ്പ് ഈ പൊടികളെല്ലാം നമുക്കൊന്നും ഇങ്ങോട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാം. അപ്പൊ പൊടികളൊക്കെ തട്ടി ഇങ്ങോട്ട് എടുക്കാനായിട്ട് ഒരു പ്ലേറ്റോ പാത്രമോ കൈ പിടിക്കാം. ഒരു സൈഡിന്ന് തുടങ്ങാം. അടുത്ത് കാണണോ? അപ്പൊ ഞാൻ ഇതെല്ലാം തട്ടി പൊത്തി എടുക്കട്ടെ കേട്ടാ. അപ്പൊ ആ സാധനം ഇട്ടിട്ട് ചൂട് കാരണം അത് ഇവിടെ ഇളകിയിട്ട് ഇവിടെ പിടിച്ചു. ആ ഒരു ഇതിട്ടത് ഇവിടെ പറയാ മാറ്റ് ഇട്ടില്ലേ, ആ മാറ്റിന്റെ ഒരു റബ്ബർ പോലത്തെ സാധനം ഉണ്ട്, അത് ഇവിടെ ഇങ്ങനെ പിടിച്ചു. അതൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് കഴുകി കളയണം. ആദ്യം നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കാം, എന്നിട്ട് അത് കഴുകിയെടുക്കാം. തുടച്ച് വൃത്തിയാക്കി എടുക്കാം, സ്പ്രേ അടിച്ച് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മൂലക്കുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് അടിച്ചു തുടച്ചെടുക്കാം. പൊന്നേ, നമ്മൾ എന്നും ക്ലീൻ ചെയ്താലും നമ്മൾ കാണാത്ത കുറേ പൊടികൾ ഉണ്ടാവും, എങ്ങനെയൊക്കെ നോക്കിയാലും. അതൊക്കെ അഴുക്കൊക്കെ പൊടിയൊക്കെ തട്ടി എടുക്കാം. എന്നിട്ട് നമുക്ക് തുടച്ച് സ്പ്രേ അടിച്ച് തുടച്ചെടുക്കാം. എന്ത് തുടക്കുന്നുണ്ടെങ്കിലും ഉണ്ടാവും പൊടിയും ചെളിയൊക്കെ. അപ്പോൾ നല്ലോണമുള്ള സ്റ്റെയിനൊക്കെ ഒരു സ്പ്രേ ഉണ്ട്, അതുകൊണ്ട് അടിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ കണ്ട പൊടി കിട്ടിയിരിക്കുന്നത് കണ്ട, ഇതിൽ ഫുള്ള് പൊടിയാണ്. ഇത് കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴേ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് ചെയ്യണമല്ലോ. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളും ഇന്ന് വെള്ളം തിളപ്പിച്ചതും പാല് തിളപ്പിച്ചതും അങ്ങനെ അല്ലറ ചില്ലറ കുറേ പാത്രങ്ങളും സ്പൂണുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം ഒതുക്കി ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് ആദ്യം നമ്മുടെ ആ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു ഏരിയ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് അതെല്ലാം അതാത് സ്ഥാനത്തേക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കി ഇതിപ്പോൾ ഒതുക്കി വെച്ചിരിക്കുന്ന ഭാഗം ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഏകദേശം ഞാൻ ഇങ്ങനെ പൊടി തട്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി തുടയ്ക്കേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് കണ്ടോ, ഇതുപോലെ അഴുക്കായിട്ടുണ്ട്. പിന്നെ അതെ ഇതിൽ കണ്ട ഇത്, പിന്നെ ഇതിന്റെ മോൾ ഭാഗത്ത് അതൊക്കെ അഴുക്കുണ്ട്, അതൊക്കെ നമുക്ക് തുടച്ചെടുക്കണതാ.
ഇവിടെ എന്തോ എണ്ണയായിട്ടുണ്ട്, ഫുഡ് ഐറ്റംസ് ഈ സൈഡിലാണ് വെക്കാറേ, അതിൻ്റെ എണ്ണയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാം. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ആ തുടയ്ക്കണ സംഭവം എന്തിട്ടുകൊണ്ടാന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ ഫുള്ള് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പോണേ കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ഒക്കെ കിച്ചൺ ചെയ്യാൻ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് സൂപ്പറാണ് കേട്ടോ. ഇത് കോപ്പാരോന്റെ കിച്ചൺ ക്ലീനർ ആണ്. ടോക്സിക് ഒന്നും അല്ലാന്നാണ് ഇതിൽ പറയണേ. ചിൽഡ്രൻ ഫ്രണ്ട്ലി ആണ്. സേഫ് ഫോർ കിച്ചണിൽ യൂസ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ സംഭവം വെച്ചിട്ടാണ് എന്നോട് ചോദിച്ചിരുന്നു കിച്ചൺ ക്ലീനിങ് എന്ത് വെച്ചിട്ടാണെന്ന്. അപ്പൊ ഈ ഒരു സംഭവം സ്പ്രേ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യണേ. ഇപ്പോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കിച്ചൺ ക്ലീനിങ് ചെയ്യുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാം. ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഇത് അപ്പൊ സ്പ്രേ ചെയ്തിട്ട് ഞാൻ അവിടെ എല്ലാം തുടക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടേക്ക് ഇത് സ്പ്രേ ചെയ്തിട്ട് തുടക്കട്ടെ. ഇപ്പൊ ഞാൻ ആ മരുന്നിട്ട് തുടച്ചു. ഇനി ഒന്ന് സാധാരണ ഇതുകൊണ്ടൊന്ന് തുടക്കട്ടെ കേട്ടാ. നനഞ്ഞ തുണി കൊണ്ട് ഒന്നും കൂടി തുടക്കുക. ഗ്യാസ് അടുപ്പ് ഞാൻ ലാസ്റ്റ് തുടക്കണം. അതൊക്കെ എടുത്ത് കഴുകിയിട്ട് തുടക്കാന്ന് വെച്ചിട്ടാ. ഇതൊക്കെ തുടച്ച് ഇവിടത്തെ സംഭവങ്ങൾ റെഡിയാക്കി വെച്ചാലേ ആ ഒരു പണി തീർന്നല്ലോ. പിന്നെ ഗ്യാസ് അടുപ്പ് നമുക്ക് സിങ്കില് അതിന്റെ സാധനങ്ങൾ ഇട്ട് കഴുകാം. ഈ ഒരു സൈഡും ഓക്കെ, ആ ഒരു സൈഡും ഓക്കെ. ഇങ്ങനത്തെ ഒരു വൈപ്പർ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാട്ടാ. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒരു തരി പോലും നനവില്ലാതെ ഇതുകൊണ്ട് നമുക്ക് വൈപ്പ് ചെയ്ത് മൊത്തം കളയാൻ പറ്റും. ഈ തുണിയും നല്ലതാണ് കേട്ടാ. വൈപ്പറിന്റെ പോലെ തന്നെ ആ തുണിയും ഭയങ്കര നല്ലതാണ്. തുണി മീൻസ് കിച്ചൺ ടവൽ. ആ കിച്ചൺ ടവലും ഭയങ്കര നല്ലതാണ് വെള്ളമൊക്കെ കളയാൻ. തുടച്ച് ക്ലീൻ ആക്കിയിട്ട നമുക്ക് സംഭവങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് വെക്കാം. നമുക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ വാങ്ങിച്ച ഇതില് ഏത് വെക്കണം എന്നുള്ളത് നോക്കട്ടെ. 3 എണ്ണാണ് വാങ്ങിച്ചേക്കണേ. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ഒരുപോലെ ഉള്ളതാ. അപ്പൊ നമുക്ക് ഇത് വെക്കാം, ഇത് വെക്കാം, ഇത് ഇവിടെ ഇടാം. ഇവിടെ നമ്മൾ ഇതിടുന്നു. എന്നിട്ട് ഇതിൽ വെക്കാനുള്ള സാധനങ്ങൾ വെക്കണം. ഇപ്പുറത്ത് നമുക്ക് ഇതിടാം. ഇവിടെ നമ്മൾ ഇതിടുന്നു. ഇതപ്പുറത്തും അതിപ്പുറത്തും ഇടണോ? ഇവിടെ സ്പേസ് കുറവാ വേണ്ടു. അതവിടെ ചെറുതായിട്ടൊരു ചേഞ്ച് നടത്തി. ഇത് ഇവിടെ ഇട്ടു, ഇത് ഇവിടെയും ഇട്ടു. അപ്പൊ നോക്കൂ, ഈ സംഭവം ഭയങ്കര അടിപൊളി സാധനമാണ് കേട്ടാ. നോക്കൂ, അടിപൊളി സാധനമായിട്ടത്. സൂപ്പർ സാധനം. നമ്മുടെ കിച്ചണ് നല്ല ലുക്ക് തരുന്നൊരു സാധനം കേട്ടോ. കണ്ടോ, നല്ല ഡിസൈൻസ് ഒക്കെ ആയിട്ട്. എന്നാൽ അത് വെള്ളം അബ്സോർബ് ചെയ്ത് എടുക്കും ചെയ്യും. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് ഞാൻ ഈ നമ്മുടെ സ്റ്റവിൻ്റെ 2 സൈഡിലായിട്ടാണ് ഇടുന്നത്. ഇവിടെ ഇട്ടുണ്ട്. ഇതും അതെ, നല്ല ഡിസൈൻ. ഇപ്പം രണ്ടും ഞാൻ മൊറോക്കൻ ടൈലുകളുടെ ഡിസൈനുള്ളതാണ് വാങ്ങിച്ചേക്കണേ. അപ്പം ഇതിലിനി നമുക്ക് ഒരു സാധനങ്ങൾ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാം. ഈ സൈഡിൽ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങയുടെ ഭരണിയും, അതുപോലെ ഉപ്പ്, അതുപോലെ നമ്മുടെ
മരത്തിൻ്റെ സ്പൂണുകൾ, അതാണ് അവിടെ വെക്കാറുള്ളത്. ഇനി ഇപ്പുറത്തേൽ വെക്കാം. ഇനി ഇവിടെ ഞാൻ നമ്മുടെ വെളിച്ചെണ്ണയുടെ സംഭവമാണ് വെക്കാറുള്ളത്. ഈ സൈഡിൽ നമ്മൾ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത് വെച്ചു. ഇനി 2-3 ഐറ്റംസും കൂടി ഉണ്ട്. ഇവിടെയാണോ വലുത് വേണ്ടിയിരുന്നത്? ഇത് വെച്ചു. അതുപോലെ തന്നെ എൻ്റെ ഇത് വെച്ചു. ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഞാനേ ഇവിടെ നീട്ടം കൂടുതലുള്ളതും അവിടെയാണ് നീട്ടം കുറവുള്ളത് വേണ്ടേ. ഫസ്റ്റ് ഇട്ടത് കറക്റ്റായിരുന്നു. എന്താ ചെയ്യുക? അപ്പോൾ നീളം കൂടുതലുള്ളത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയുടെ പാത്രം വെച്ചു, ഇത് വെച്ചു, ഇതും വെച്ചു. അപ്പോൾ സ്പേസ് കറക്റ്റായി. ഉപ്പ് വെച്ചു, സെൻട്രലിൽ കട്ട്ലറി സ്റ്റാൻഡ് വെച്ചു, ഉപ്പിലിട്ട മാങ്ങ വെച്ചു. സെറ്റ്. അപ്പം നമ്മുടെ കിച്ചൻ്റെ ക്ലീനിങ് ഒക്കെ കഴിച്ച് ഇത് സെറ്റപ്പ് ആക്കി വെച്ചു കേട്ടോ. അടിപൊളിയായില്ലേ? ഇനി 2-3 സാധനം കൂടി വെക്കാണ്ട്. ആ മൂലയ്ക്ക് നമുക്ക് നമ്മുടെ കട്ടിംഗ് ബോർഡ് വെക്കണം. ഇവിടെ നമ്മുടെ കട്ടിംഗ് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മൂലയ്ക്ക് നമ്മുടെ മുട്ട വെക്കണ പാത്രം വെക്കണം. ചെടിച്ചട്ടികൾ വെക്കാനുണ്ട്. ഒരു ചട്ടി ഇവിടെ, മണ്ണ് വീണു. പിന്നെ ഒരു ചട്ടി ഇവിടെ, ഒരു ചട്ടി അവിടെ വെച്ചു, ഒരു ചട്ടി ഇവിടെ വെച്ചു. ഇനി ആ ജനലിലും എനിക്ക് വെക്കാനുണ്ട് ചെടികൾ, അപ്പുറത്തും വെക്കാനുണ്ട്. അപ്പുറത്ത് ഈ കുട്ടി ചെടി മാത്രമേ വെക്കുന്നുള്ളൂ. ഇത് നമ്മുടെ പനിക്കൂർക്കയാണ് കേട്ടാ. പനിക്കൂർക്കയും വെച്ചു. സെറ്റ്. നമ്മുടെ കിച്ചൺ എങ്ങനെയുണ്ട്? കിച്ചൺ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള മേക്ക് ഓവർ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? അപ്പൊ ഈ സംഭവങ്ങൾ, ഈ സാധനം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാട്ടെ വാങ്ങാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഈ സാധനം. അപ്പൊ എങ്ങനെയുണ്ട്? സെറ്റപ്പ് ആയില്ലേ നമ്മുടെ കിച്ചൺ? അടിപൊളിയായിട്ടാ. ഒന്നും അധികം സാധനങ്ങൾ വെച്ചില്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കും കിച്ചൺ. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം കൗണ്ടർ ടോപ്പിൽ വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ മേക്ക് ഓവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ജസ്റ്റ് കിച്ചൺ ഒന്ന് മൊത്തത്തിലൊരു ഡീപ്പ് ക്ലീനിങ്ങും ഇതിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റലും, അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ്. കിച്ചൺ മേക്ക് ഓവർ എന്ന് പറയാനില്ല, കിച്ചൺ ഇങ്ങനെ തന്നെയായിരുന്നു. കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ്, ഒരു കുട്ടി വീഡിയോ ആണ്. എന്തായാലും ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ കേട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ, കുഞ്ഞു വിശേഷങ്ങളാണ്. ബാക്കി എനിക്കിനി കുറച്ചധികം ഷൂട്ട് ചെയ്യാനുണ്ട്, കുറച്ച് പ്രൊഡക്റ്റുകളുടെ റിവ്യൂ ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് ഷൂട്ട് ബാലൻസ് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ കർണനും എൻ്റെ 2 മുത്തുമണികളും ഉണ്ട്, അവരുടെ കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. നല്ല പണിയായിരുന്നു നംശിവേ. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടാ? ഇതാണോ അതാണോ ഇഷ്ടായേ? അതിൽ അത്യാവശ്യം വെള്ളം വീണാലേ, 2 വെള്ളം വീണാലും അത് അബ്സോർബ് ചെയ്തെടുക്കും. ഡിസൈൻ സൂപ്പറായില്ലേ? എനിക്ക് ഈ കളറാ ഇഷ്ടായത്, ഈ പീക്കോക്ക്. മറ്റേത് ഭയങ്കര കളർഫുൾ ആയി പോയി അല്ലേ? അല്ല കുഴപ്പമില്ല. 3 വാങ്ങിച്ചു, പക്ഷെ 2 ഇവിടെ ഉപയോഗിക്കണുള്ളൂ. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, എനിക്ക് അതാ ഏറ്റവും ഇഷ്ടമായി. അത് എങ്ങനെയുണ്ട്? നിങ്ങൾ അപ്പുറത്തെ കിച്ചൺ നിങ്ങൾ ക്ലീൻ ചെയ്തോളില്ലേ? നിങ്ങൾ 2 പേരും കൂടിയിട്ട്. അപ്പുറത്തെ കിച്ചണിൽ ഒന്നുമില്ല, കുറെ പാത്രങ്ങൾ കഴുകി വെച്ചേക്കുന്നേ. അതാത് സ്ഥലത്തൊക്കെ എടുത്തു വെച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കുക കേട്ടാ. ഓക്കെ. അപ്പൊ എന്റെ മുത്തുമണികൾ അപ്പുറത്തെ കിച്ചൺ റെഡിയാക്കും, ഞാൻ ഇപ്പുറത്തെ കിച്ചൺ റെഡിയാക്കി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.